जय जय श्री चैतन्य जय नित्यानंद, जय द्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद, जय द्वैत चंद्र जय गौर भक्त वृंद। श्री श्री चैतन्य महाप्रभु की जय, चैतन्य चरितामृतम की जय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिन्निति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे, निर्विशेष शून्यवादी पाश्चात्य देशतारिणे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं, यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्य ईश्वरम्। कदाञ्चन स्मृते यस्मिन् दुष्करं सुकरं भवेत्, विस्मृते विपरीतं स्यात् श्रीचैतन्यं नमाम्यहम्। हरिः ओम तत्सत्। ഹരേ കൃഷ്ണ. എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൈതന്യ ചരിതാമൃതത്തിലെ ചൈതന്യ മഹാപ്രഭുവിന്റെ 5 ഭാവങ്ങളിൽ, ചൈതന്യ മഹാപ്രഭു 5 ഭാവങ്ങളിൽ എന്ന ഒരു ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു, കഴിഞ്ഞ അതിന് മുമ്പത്തെ ഭാഗത്ത് നമ്മൾ കണ്ടു ശങ്കരാചാര്യ ഫിലോസഫിയെ കുറിച്ചിട്ട്. ശങ്കരാചാര്യർ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ ഉള്ള ചോദ്യമാണ് അവിടെ നടക്കുന്ന കോൺവെർസേഷനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് മായാവാദി സന്യാസികളുമായിട്ട്, പ്രകാശാനന്ദ സരസ്വതികളുമായിട്ട് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ചോദ്യോത്തരങ്ങളിൽ രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം ചൈതന്യ മഹാപ്രഭു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. അപ്പോ ഇവിടെ ശങ്കരാചാര്യ ഫിലോസഫിയുടെ പോരായ്മകളെ കുറിച്ച് നമുക്കിവിടെ കേൾക്കാൻ സാധിക്കുകയാണ്. കഴിഞ്ഞ എൻ്റെ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു ശങ്കരാചാര്യരെ കുറിച്ചിട്ട് പറഞ്ഞത്, അത് അദ്ദേഹത്തിന്റെ തെറ്റല്ല. അദ്ദേഹം അദ്വൈത സിദ്ധാന്തം പ്രചരിപ്പിച്ചത് ഭഗവാന്റെ ആദേശാനുസരണം ആണ് ശ്രീ ശങ്കരാചാര്യര് ഈ അദ്വൈത സിദ്ധാന്തത്തെ പ്രചരിപ്പിച്ചത് എന്ന് നമ്മൾ കണ്ടു. അപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടെങ്കിൽ എനിക്ക് കിട്ടിയിരുന്ന ഇൻസ്ട്രക്ഷൻ പ്രകാരം 115-ാമത്തെ ശ്ലോകം മുതൽ എടുക്കാനാണ് ഇൻസ്ട്രക്ഷൻ കിട്ടിയത്. അപ്പൊ 115-ാമത്തെ ശ്ലോകം നോക്കുമ്പോൾ അവിടെ ഭഗവാനെ കുറിച്ച് ഉള്ള കാര്യങ്ങളെല്ലാം, അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങളെല്ലാം ആധ്യാത്മികപരമായ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഭഗവാൻ ആധ്യാത്മികപരമാണ് എന്ന് അത് സ്ഥാപിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ അതിനകത്ത് കാണാൻ നമുക്ക് സാധിക്കുന്നത്. 112ഉം 113ഉം 115ഉം ശ്ലോകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ്. എന്നാൽ 114-ാമത്തെ ശ്ലോകത്തില് അത് മഹാദേവന്റെ അവതാരമായ മഹാദേവന്റെ അവതാരമാണ് ശങ്കരാചാര്യനെന്നും, അതുകൊണ്ട് അതിനകത്തിൽ അദ്ദേഹം പറഞ്ഞതിൽ തെറ്റുകുറ്റങ്ങളില്ല. അവിടെ പറയുന്നത് ഭഗവത് ആജ്ഞ അതേപടി അനുസരിച്ചതാകയാൽ, മഹാദേവന്റെ ക്വാളിറ്റി എന്താണ്? മഹാദേവൻ ശങ്കരാചാര്യ രൂപത്തിൽ വന്നപ്പോ അത് അദ്ദേഹം ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചാൽ അവതാരമായ ശങ്കരാചാര്യർ ദോഷരഹിതനാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ മായാവാദ തത്വങ്ങൾ പിന്തുടരുന്നവർക്ക് ആത്മീയ ജ്ഞാനവും പുരോഗതിയും നഷ്ടപ്പെടുകയും അവർ നാശമടയുകയും ചെയ്യുന്നു എന്ന് നമ്മൾ കാണാൻ ഇടയായി. അപ്പോൾ 112, 113, 115 ഈ ശ്ലോകങ്ങൾ ഭഗവാന്റെ സൂപ്രമസിയെ കുറിച്ച്, ഭഗവാൻ ആധ്യാത്മികപരമാണ് എന്നതിനെ കുറിച്ച് പറയുന്നതാണ്. നമുക്ക് അതിന്റെ ട്രാൻസ്ലേഷൻ മാത്രം വായിച്ചിട്ട് നമുക്ക് 115-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. 112-ാമത്തെ ശ്ലോകത്തിൽ പറയുന്ന സ്വശരീരം, ഐശ്വര്യം, പരിച്ഛദങ്ങൾ തുടങ്ങി പരമദിവ്യോത്തമ പുരുഷനെ സംബന്ധിച്ചതെല്ലാം തന്നെ ആത്മീയമാണ്. എന്നാൽ മായാവാദ തത്വം അദ്ദേഹത്തിന്റെ ചിത് വിഭൂതികളെ മറച്ചുകൊണ്ട് അവ്യക്തിഗത വാദം പ്രചരിപ്പിക്കുന്നു. ഭഗവാന്റെ ആ വ്യക്തിഗതമായ രൂപത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് മായാവാദ ഫിലോസഫി പറയുന്നത് എന്നാണ്. 113-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ആത്മീയ ശക്തികളാൽ സമ്പൂർണനാണ്. അതിനാൽ അവിടുന്നിന്റെ രൂപം, നാമം, കീർത്തി, പരിഭാഷകന്മാർ എന്നിങ്ങനെ അവിടുന്നിനെ സംബന്ധിക്കുന്നതെല്ലാം ആത്മീയ തലത്തിലാണ്. എന്നാൽ മായാവാദ തത്വികന്മാർ അജ്ഞാനത്താൽ ഇവയെ ഭൗതിക സത്വഗുണത്തിന്റെ രൂപാന്തരങ്ങളായി കരുതുന്നു. അത് മായാവാദ ഫിലോസഫിയെ കുറിച്ച് പറയുന്നതാണ്. 114-ാമത്തെ ശ്ലോകം
ശങ്കരാചാര്യരുടെ തെറ്റൊന്നുമില്ല, അത് ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചാണ് എന്ന് നമ്മൾ എൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. 115-ാമത്തെ ശ്ലോകം നമുക്ക് ഇന്ന് നമ്മൾ എടുക്കേണ്ടതാണ്. അതുപോലെ നമുക്ക് തുടങ്ങാം. ശ്ലോകം 115. പ്രാകൃതകാരിയമന് വിഷ്ണു കാളെ വര വിഷ്ണു നിന്ദ ആര നഹി ഇഹാര ഉപര. വിവർത്തനം. ഭഗവാൻ വിഷ്ണുവിന്റെ അതീന്ദ്രിയ ശരീരത്തെ ഭൗതിക പ്രകൃതിയുടെ ഉൽപ്പന്നമായി കരുതുന്നവർ അത്യന്തം കൊടിയ നിന്ദകനാണ്. ഇതിനേക്കാൾ ഉപരിയായ മറ്റൊരു അപരാധമില്ല. അവിടെ പറയുന്നത് ഭഗവാൻ വിഷ്ണുവിന്റെ അതീന്ദ്രിയ ശരീരത്തെ ഭൗതിക പ്രകൃതിയുടെ ഉൽപ്പന്നമായി കരുതുന്നവർ അത്യന്തം കൊടിയ നിന്ദകനാണ്. വലിയൊരു അപരാധമാണ് ചെയ്യുന്നത് ഭഗവാൻ വിഷ്ണുവിനെ ഭൗതികപരമായ ഇതാണെന്ന് കരുതുന്നത്. ഇതിനേക്കാൾ ഉപരിയായ മറ്റൊരു അപരാധമില്ല. നമുക്ക് ശ്രീല പ്രഭുപാദിന്റെ ഭാവാർത്ഥത്തിലേക്ക് കടക്കാം. പ്രഭുപാദ് കി ജയ്. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി ഇപ്രകാരം വിവരിക്കുന്നു. നിരപേക്ഷ സത്യത്തിന്റെ വൈവിധ്യമാർന്ന വ്യക്തി ഭാവങ്ങളാണ് വിഷ്ണു തത്വങ്ങൾ. കൂടാതെ ഈ ദൃശ്യ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന ഭൗതിക ശക്തി വിഷ്ണുവിന്റെ ശക്തിയുമാണ്. തന്റെ ശക്തികളിലൂടെയാണ് ഭഗവാൻ വ്യാപകമായ സൃഷ്ടി നടത്തുന്നതെങ്കിലും മൂഢന്മാർ കരുതുന്നത് ഭഗവാൻ സ്വയം ഇவ்விധം വ്യാപിക്കുകയാൽ അവിടുത്തെ വ്യക്തിഗത രൂപവും അസ്തിത്വവും ഇതുവഴി നഷ്ടമാകുന്നു എന്നാണ്. പക്ഷെ അവ്യക്തിഗത ബ്രഹ്മത്തിന് തനതായി ശക്തി ആർജിക്കുവാൻ കഴിയുകയില്ല. മാത്രമല്ല മഹാമായയെ വേറൊരു മായ ആവരണം ചെയ്യുന്നതായി വൈദിക സാഹിത്യങ്ങളിൽ ഒന്നും പ്രസ്താവിച്ചിട്ടുമില്ല. എന്നാൽ ഭഗവാന്റെ ശക്തിയായ വിഷ്ണു മായയെക്കുറിച്ച് വേദശാസ്ത്രങ്ങളിൽ ആയിരക്കണക്കിന് പ്രസ്താവനകളുണ്ട്. ഭഗവത്ഗീതയിൽ 7-ാം അധ്യായം 14-ാമത്തെ ശ്ലോകത്തിൽ മമമായ എന്റെ ശക്തി എന്ന് കൃഷ്ണൻ പറയുന്നു. ഭഗവാൻ മായയുടെ നിയന്താവാണ്. മായ അവിടുന്ന് ഒരിക്കലും ആവരണം ചെയ്യുന്നില്ല. അങ്ങനെ ഇരിക്കെ ഭഗവാൻ മായാശക്തിയുടെ ഒരു ഉൽപ്പന്നമാകാൻ സാധ്യതയേയില്ല. വേദാന്ത സൂത്രം ജന്മാദ്യസ്യ തത യഥാ എന്ന് ആരംഭിക്കുന്നു. ഭൗതിക ശക്തിയും പരബ്രഹ്മത്തിൽ നിന്നും ഉത്ഭവിക്കുന്നുവെന്ന് ഇത് സൂചിപ്പിക്കുന്നു. പിന്നെ എങ്ങനെ പരബ്രഹ്മം മായയാൽ ആവൃതനാകും? ഇത് സാധ്യമാകണമെങ്കിൽ ഭൗതിക ശക്തി പരബ്രഹ്മത്തെക്കാൾ ശ്രേഷ്ഠമായിരിക്കണം. ലളിതമായ ഇത്തരം വാദങ്ങൾ പോലും മായാവാദികൾക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തതിനാൽ ഭഗവത്ഗീതയിലെ മായയാ അപഹൃതജ്ഞാന എന്ന പദം അവർക്ക് യോജിക്കുന്നു. സദാനന്ദ യോഗീന്ദ്രൻ വിവരിക്കുന്നത് പോലെ വിഷ്ണുവിനെ ഭൗതിക ശക്തിയുടെ ഒരു ഉൽപ്പന്നമായി കരുതുന്നവനെ ചിത്തഭ്രമം ബാധിച്ചവനായി മനസ്സിലാക്കണം. അവന്റെ ജ്ഞാനം വിഷ്ണുവിന്റെ മായാശക്തിയാൽ അപഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ശ്രീല പ്രഭുപാദ് ഈ ഒരു ശ്ലോകത്തിൽ നിന്ന് നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഭഗവാന്റെ ആ വ്യക്തിഗത രൂപത്തെ നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഭഗവാന്റെ ശക്തിയെയും ഭഗവാന്റെ സൃഷ്ടിയെയും അതായത് ഭഗവാൻ വിഷ്ണുവിന്റെ അതീന്ദ്രിയ ശരീരത്തെ ഭൗതിക പ്രകൃതിയുടെ ഉൽപ്പന്നമായിട്ട്, അതും ഭൗതിക പ്രകൃതിയുടെ ഉൽപ്പന്നമായിട്ടാണ് മായാവാദികൾ കരുതുന്നത്. അതായത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ശ്രീമദ് ഭാഗവതത്തില് ഒരു ഭാഗത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഇത് മായാവാദ ഫിലോസഫി ഭഗവാൻ കൃഷ്ണന്റെ മായാവാദ ഫിലോസഫി മെയിൻലി പറയുന്നതാണ് ജഗത് മിഥ്യ. വാട്ട് ഇസ് ദാറ്റ് ശ്ലോകം? ബ്രഹ്മസത്യം ജഗത് മിഥ്യ. ജഗത്തെല്ലാം മിഥ്യയാണ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ആ മിഥ്യയിലുള്ളതാണ് ഭഗവാനും എന്നുകൂടെയാണ് അവർ പറയുന്നതെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. അപ്പൊ ആ ഫിലോസഫി തന്നെ തെറ്റാണ് എന്ന് ശ്രീല പ്രഭുപാദ് ഭാഗവത്തിൽ ഒരു സ്ഥലത്ത് പർപ്പോട്ടിൽ പറയുന്നുണ്ട്. ശ്രീല പ്രഭുപാദ് പറയുന്നത് സോഴ്സ് ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് അല്ലെങ്കിൽ വിഷ്ണുവിൽ നിന്നാണ് സോഴ്സ്. വിഷ്ണു ഈസ് എറ്റേണൽ. ഭഗവാൻ വിഷ്ണു എന്ന് പറയുന്നത് എറ്റേണൽ ആണ്. അപ്പൊ ഇവിടെ പറയുന്നു ഭഗവാന്റെ ശരീരം ഭൗതികമാണ് എന്ന് മായാവാദ ഫിലോസഫി പറയുന്നു. സോ ഒരിക്കലും ഭഗവാന്റെ ശരീരം ഭൗതികമാകാൻ സാധ്യതയില്ല എന്നുള്ളത് ശ്രീല പ്രഭുപാദ് തന്റെ ഭാവാർത്ഥത്തിൽ കൂടി ഇവിടെ തെളിയിക്കുകയാണ് ചെയ്തത്. അപ്പോ ആ സോഴ്സ് സത്യമാണ് എങ്കിൽ the result from the source cannot be wrong. അല്ലെങ്കിൽ ജഗൻ മിഥ്യ എന്ന് പറയുന്നത് തെറ്റാണ്. ജഗൻ മിഥ്യയല്ല, അത് ടെമ്പററി ആണ് എന്നുള്ള യാഥാർത്ഥ്യത്തെയാണ് മായാവാദ ഫിലോസഫി അംഗീകരിക്കേണ്ടത്. എന്നാൽ അവര് പറയുന്നത് എല്ലാം തെറ്റാണ് എന്ന് ശ്രീല പ്രഭുപാദ് ഇവിടെ പലതരങ്ങളിലുള്ള റെഫറൻസുകൾ കൊടുത്തുകൊണ്ട് ശ്രീല പ്രഭുപാദ് ഇവിടെ പ്രസ്താവിക്കുന്നുണ്ട്. അതായത് ഭഗവാന്റെ ശക്തിയെ വേദശാസ്ത്രങ്ങളിൽ ആയിരക്കണക്കിന് പ്രസ്താവന. ഭഗവത്ഗീതയിൽ 7-ാം അധ്യായത്തിൽ 14-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു മമമായ ദുരത്യയ, എന്റെ ശക്തി എന്ന് കൃഷ്ണൻ പറയുന്നു.
ഭഗവാൻ മായയുടെ നിയന്താവാണ്. മായ അവിടുന്ന് ഒരിക്കലും ആവരണം ചെയ്യുന്നില്ല. ഭഗവാൻ ഇവൻ ത്രിഗുണങ്ങളെ കുറിച്ചും ഭഗവത്ഗീതയിൽ പ്രസ്താവിക്കുന്ന സ്ഥലങ്ങളിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഈ 3 ഗുണങ്ങൾക്കും അതീതനാണ് ഞാൻ. അപ്പൊ ഭൗതിക്ക് അതീതനാണ് ഭഗവാൻ കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു എന്ന് സ്പഷ്ടമായിട്ട് പല ഗ്രന്ഥങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ശിലപ്രഭുപാദ് പറയും, ഇത്രയും സ്പെസിഫിക് ആയിട്ട് പല സ്ഥലങ്ങളിലും ഭഗവാനെ കുറിച്ച്, ഭഗവാന്റെ അസ്തിത്വത്തെക്കുറിച്ചും അത് മിഥ്യയല്ല, അതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അവര് വീണ്ടും വീണ്ടും ഇതേ കാര്യം തന്നെ ആവർത്തിക്കുകയാണ് എങ്കിൽ ഭഗവതിയിൽ പറയുന്ന മായയാ അപഹൃത ജ്ഞാന, അവരുടെ ജ്ഞാനത്തെ പോലും മായയാൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള സത്യത്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ശിലപ്രഭുപാദ് വളരെ ഫണ്ണി ആയിട്ട് പറഞ്ഞ മറ്റൊരു കാര്യമാണ്, അത് ഏറ്റവും വലിയ മായ എന്ന് പറയുന്നത് തന്നെ നമ്മൾ മായയിലാണ് എന്നറിയില്ല എന്നുള്ള വസ്തുത. ഏറ്റവും വലിയ മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മായയിലാണ് എന്ന്. ഹരേ കൃഷ്ണ, ഒന്ന് മ്യൂട്ടിലിരിക്കുമോ? ഹരേ കൃഷ്ണ, താങ്ക് യു. അപ്പോൾ ഏറ്റവും വലിയ മായ എന്ന് പറയുന്നത് നമ്മൾ മായയിലാണ് എന്ന് നമുക്കറിയില്ല. സോ അതാണ് ഏറ്റവും വലിയ മായ എന്ന് ശിലപ്രഭുപാദ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇവരെ ഇപ്പൊ ഈ മായാവാദ ഫിലോസഫി എന്ന് പറയുന്നത് തന്നെ മായയ അപഹൃത ജ്ഞാന എന്ന് ശിലപ്രഭുപാദ് ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ വിഷ്ണുവിനെ ദേവന്മാരുടെ വിഭാഗത്തിൽ പെടുത്തുവാൻ പാടില്ല. മായാവാദ തത്വത്തിൽ പരിഭ്രാന്തരായവർ അജ്ഞാനത്തിന് അതീതരാകയാൽ ഓം തദ് വിഷ്ണു പരമം പദം, വിഷ്ണു സർവദാ പരമസ്ഥാനത്ത് വിരാജിക്കുന്നു എന്ന ഋഗ്വേദ മന്ത്രത്തെ ധിക്കരിച്ചുകൊണ്ട് ഭഗവാൻ വിഷ്ണുവിനെ ഒരു ദേവനായി കരുതുന്നു. മത്ത പരതരം നാന്യത്, എന്നേക്കാൾ പരമോന്നതനായ മറ്റൊരു സത്യമില്ല എന്ന് ഭഗവത്ഗീതയിലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രസ്താവന ഈ മന്ത്രത്തെ സ്ഥിരീകരിക്കുന്നു. അതായത് ഋഗ്വേദത്തിലെ ഒരു മന്ത്രമാണ് അത്. പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചൊല്ലുന്ന ഒരു മന്ത്രമാണ്. ഓം തദ് വിഷ്ണു പരമം പദഗ്രം സദാ പശ്യന്തി സൂരയഃ ദിവീവ ചക്ഷുരാദതം തദ്വിപ്രാശോ വിപന്യവോ ജാഗൃവാകം സസമിന്തതേ വിഷ്ണോർയത് പരമം പദം. സ്പഷ്ടമായിട്ട് വിഷ്ണു യത് പരമം പദം, ഹി ഈസ് ദ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് ഭഗവാനെ കുറിച്ചിട്ട് സ്പഷ്ടമായിട്ട് ഋഗ്വേദത്തിലെ മന്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ശിലപ്രഭുപാദ് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, അപ്പൊ അത് ആ ഋഗ്വേദത്തിലെ ആ മന്ത്രത്തിനെ സത്യമാക്കിക്കൊണ്ട് തന്നെയാണ് ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിലും ഉപയോഗിച്ചിരിക്കുന്നത്. മത്ത പരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ. അപ്പോ എന്നേക്കാൾ പരമോന്നതമായ മറ്റൊരു സത്യമില്ല എന്ന് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പ്രസ്താവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പരിഭ്രാന്തമായ ജ്ഞാനത്തോടു കൂടിയവൻ മാത്രമേ വിഷ്ണുവിനെ ഒരു ദേവനായി കരുതുകയും തന്മൂലം ദുർഗയെയോ അല്ലെങ്കിൽ കാളിയെ, വിഷ്ണുവിനെയോ അതുമല്ലെങ്കിൽ തനിക്കിഷ്ടമുള്ള ആരെ ആരാധിച്ചാലും ഒരേ ഫലം ലഭിക്കുമെന്ന് നിർദ്ദേശിക്കുകയുള്ളൂ. ഇതാണിപ്പോ കോമൺ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ദേവന്മാരെയും, അത് രസത്തിനേക്കാൾ രസം എന്ന് പറയുന്നെങ്കിലും കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഞാനും അത് തന്നെയാണ് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. ഇത് ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ വന്ന് ഈ തത്വത്തെ, ഈ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നിടം വരെ നമ്മളും ഗണപതി ഭഗവാൻ, അയ്യപ്പ ഭഗവാൻ, എല്ലാവരെയും ഭഗവാൻ എന്ന് വരെ വിളിച്ചുകൊണ്ടിരുന്ന വിഡ്ഢികളുടെ വിഭാഗത്തിലായിരുന്നു നമ്മളും. പക്ഷെ ശിലപ്രഭുപാദിന്റെ ഗുരുമഹാരാജിന്റെ ഒക്കെ കൃപ കൊണ്ട്, വൈഷ്ണവരുടെയും കൃപ കൊണ്ട് നമ്മളിപ്പം ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ വന്നു. അതിൽ നിന്ന് മാറി നമ്മൾ ഭഗവാൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി മാത്രമാണ്, എല്ലാവർക്കും ഭഗവാൻ ആകാൻ സാധിക്കത്തില്ല എന്ന് കോമൺ ആയിട്ട് എപ്പോഴും പറയാറുള്ള ഒരു യൂസേജ് എന്ന് പറഞ്ഞാൽ 33 കോടി ദേവതകൾ എന്നാ പറയുന്നത്. 33 കോടി ഭഗവാന്മാരെന്ന് പറയില്ല, 33 കോടി ദേവതകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ദേവതമാരിൽ ഒരുവനാണ് വിഷ്ണുവും കൃഷ്ണനും എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇരുന്നിരുന്നത്. അങ്ങനെയാണ് ഈ പൊതുസമൂഹവും ഇന്ന് ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരും ആരെ ഭജിച്ചാലും ഒരേ ഫലം ലഭിക്കുന്നു എന്ന്. ഒരിക്കലും അതല്ല. ശാസ്ത്രങ്ങളിൽ വിവരിക്കുന്നത് പ്രഹ്ലാദ് മഹാരാജാവിന്റെ പ്രാർത്ഥനയിൽ അദ്ദേഹം ഭഗവാനെ കുറിച്ച് ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ അതിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിൽ പറയുന്നത്, നമ്മൾ ഭൗതികപരമായ ആഗ്രഹങ്ങൾക്കായി പോവുകയാണ് എങ്കിലും അതുപോലും നമ്മൾ കൃഷ്ണനിൽ നിന്ന് ആഗ്രഹിക്കണം, അല്ലെങ്കിൽ ചെന്ന് ചോദിക്കണം എന്നുള്ളതാണ്. കൃഷ്ണനിൽ അല്ലെങ്കിൽ വിഷ്ണുവിനോട് തന്നെ ചെന്ന് ചോദിക്കണം എന്നുള്ളതാണ്. ഭഗവാൻ കൃഷ്ണനെ ഭജിക്കുമ്പോൾ ഈ നമ്മൾ ഭൗതികപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഭഗവാൻ കൃഷ്ണനോട് ചെന്ന് ഭജിക്കുകയാണ് എങ്കിൽ, അതായത് ഭഗവത്ഗീതയിൽ പറയുന്ന പോലെ ചതുർവിധ ഭജന്തേ മാം, 4 തരത്തിലുള്ള വ്യക്തികൾ ഭഗവാനെ പൂജിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ ഭൗതികപരമായ ആഗ്രഹമായിട്ടാണ് പോകുന്നത്. പക്ഷെ എന്നിരുന്നാലും
ഭഗവാന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ധ്രുവ മഹാരാജാവിന്റെ കഥ എടുക്കുകയാണെങ്കിൽ, ധ്രുവ മഹാരാജാവ് എന്തിനാണ് ഭഗവാനെ പ്രാർത്ഥിച്ചത്, ഭഗവാന്റെ അടുത്ത് പോയി തപസ് അനുഷ്ഠിച്ചത്? പ്യുവർലി ഭൗതികപരമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി. അച്ഛന്റെ മടിയിൽ നിന്ന് തള്ളി താഴെയിട്ടപ്പോ അതുപോലെ അച്ഛനെ പോലെ അതിനേക്കാൾ വലിയൊരു രാജ്യം എനിക്ക് സ്വന്തമായി വേണം എന്ന ഭൗതികപരമായ ആഗ്രഹവുമായി ധ്രുവ മഹാരാജാവ് വനാന്തരങ്ങളിലേക്ക് തപസ് അനുഷ്ഠിക്കാനായി ഭഗവാനെ അന്വേഷിച്ച് പോയപ്പോൾ നാരദമുനി പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടൊന്നും അദ്ദേഹം ഇതിന് തയ്യാറാകാതെ ഭഗവാനെ ഭജിച്ച് തപസ്സനുഷ്ഠിച്ച്, കഠിനമായ തപസ്സനുഷ്ഠിച്ച് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോ അദ്ദേഹം ആദ്യം വലിയൊരു ലിസ്റ്റാണ് പറഞ്ഞത്. എനിക്ക് ഇന്ന ആഗ്രഹങ്ങളുണ്ട്. ഭഗവാൻ പറഞ്ഞു, ഇതെല്ലാം ഞാൻ ആഗ്രഹം നിനക്ക് സാധിച്ചു തരാം. പക്ഷെ അതിനു മുൻപ് ഭഗവാൻ കൃഷ്ണൻ ധ്രുവ മഹാരാജാവിന്റെ ശിരസിൽ തന്റെ ശംഖ് സ്പർശിച്ച ഉടൻ തന്നെ അദ്ദേഹം കംപ്ലീറ്റ്ലി പ്യൂരിഫൈ ചെയ്ത്, താൻ വന്നത് വെറും കുപ്പിച്ചീളുകൾക്ക് വേണ്ടിയാണ്, എന്നാൽ എനിക്കിവിടെ കിട്ടിയത് വൈഡൂര്യമാണ്, അല്ലെങ്കിൽ വജ്രമാണ് എനിക്ക് കിട്ടിയത് എന്ന് ധ്രുവ മഹാരാജ പറയുകയുണ്ടായി. അപ്പൊ ആ ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഭഗവാൻ കൃഷ്ണൻ നമുക്ക് നമ്മൾ ഭൗതികപരമായ ആഗ്രഹങ്ങളുമായി ഭഗവാൻ കൃഷ്ണന്റെ അടുത്ത് പോവുകയാണെങ്കിലും അദ്ദേഹം ഭൗതികമായ ആഗ്രഹങ്ങൾ നമുക്ക് തരിക മാത്രമല്ല, അതോടൊപ്പം നമ്മളെ പ്യൂരിഫൈ ചെയ്യുകയും നമുക്ക് എറ്റേണൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനുള്ള മാർഗം നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു. ധ്രുവ മഹാരാജാവിന്റെ ഭൗതികപരമായ ആഗ്രഹങ്ങളെല്ലാം ഭഗവാൻ സാധിച്ചു കൊടുത്തു. എന്നാൽ അതിനേക്കാൾ ഉപരിയായ ആഗ്രഹങ്ങളാണ് അദ്ദേഹം സാധിച്ചു കൊടുത്തത്. ഭൗതികപരം അദ്ദേഹം തന്റെ അച്ഛനേക്കാൾ വലിയൊരു രാജ്യം അല്ലെങ്കിൽ അച്ഛന്റെ മടിയിൽ ഇരിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹവുമായിട്ടാണ് പോയതെങ്കിലും അദ്ദേഹത്തിന് ധ്രുവലോകം എന്നൊരു ലോകം തന്നെ സൃഷ്ടിച്ചു കൊടുത്തു, വിച്ച് ഇസ് ഓൾമോസ്റ്റ് ഈക്വലന്റ് ടു വൈകുണ്ഠലോക. ഭൗതിക പ്രപഞ്ചം മുഴുവൻ പ്രളയത്തിൽ നശിച്ചു പോയാലും നശിക്കാത്ത ഒരു 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 പ്രത്യേകതരം ലോകം ഭഗവാൻ അദ്ദേഹത്തിന് വേണ്ടി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഭൗതികപരമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ പോവുകയാണെങ്കിലും ഭഗവാന്റെ അടുത്ത് തന്നെ നമ്മൾ പോകണം എന്നുള്ളതാണ് പ്രഹ്ലാദ് മഹാരാജാവിന്റെ പ്രാർത്ഥന അല്ലെങ്കിൽ ഇതിൽ നമ്മൾ പാഠങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ നമ്മളുടെ ഡിസയറിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ വാട്ട് വി ഡിസേർവ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇവിടെ സാധാരണ ജനങ്ങൾ കാണുന്നത് എന്താണ്? എല്ലാം ഒരേ ഫലമാണ്. ആരെ ഭജിച്ചാലും ഒരേ ഫലം തന്നെ നമുക്ക് ലഭിക്കുന്നു. ഒരേ ഫലം ലഭിക്കുന്നത് എപ്പോഴാണ് ആരെ ഭജിച്ചാലും ഒരേ ഫലം തന്നെയാണ് കിട്ടുന്നത് എന്ന് ആഗ്രഹിക്കുന്നത്? ആർക്കെങ്കിലും പറയാമോ? എന്തെങ്കിലും ഒരു ക്ലൂ ഉണ്ടോ? അല്ലെങ്കിൽ ഏത് ലെവലിലാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃഷ്ണനെ ഭജിച്ചാലും ഗണപതിയെ ഭജിച്ചാലും മഹാദേവനെ ഭജിച്ചാലും ആരെ ഭജിച്ചാലും നമുക്ക് ഒരേ ഫലമാണ് കിട്ടുന്നത് എന്ന തോന്നൽ എപ്പോഴാണ് ഉണ്ടാവുന്നത്? ആർക്കെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാമോ? ആർക്കെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? എല്ലാവരും ഉറങ്ങുവാണോ? ഹരേ കൃഷ്ണ. അതായത് അജ്ഞാനികളാണ്. അജ്ഞത കൊണ്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? എന്ത് അജ്ഞതയാണ് നമുക്കുള്ളത്? ഭഗവാൻ കൃഷ്ണനാണ് സർവോത്തമ പുരുഷൻ, ഭഗവാനാണ് അൾട്ടിമേറ്റ് ഗോഡ് ഓഫ് ഗോഡ് എന്നുള്ളത് അറിയാത്തവരാണ് എല്ലാരും ഒരുപോലെയാണെന്ന് പറയുന്നത്. എന്റെ ചോദ്യം ഒന്നുകൂടെ ഞാൻ സ്പെസിഫൈ ചെയ്യാം. എന്റെ ചോദ്യം, എല്ലാരെയും ഭജിച്ചാൽ ഒരേ ഫലം തന്നെയാണ് കിട്ടുന്നത് എന്ന് തോന്നുന്നത് ആർക്കാണ്? അല്ലെങ്കിൽ എപ്പോഴാണ് അങ്ങനെയുള്ള തോന്നൽ ഉണ്ടാവുന്നത് എന്നൊരു ചോദ്യം. ഭഗവാൻ കൃഷ്ണന്റെ സൂപ്രമസി ഓക്കെ, അത് മനസ്സിലാവുന്നില്ല, അതൊരു പോയിന്റ് ആണ്. പക്ഷെ ആരാണോ ഭൗതികപരമായ ആഗ്രഹങ്ങളുമായി ഭജിക്കുന്നത് അല്ലെങ്കിൽ ഭൗതികപരമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഭജിക്കുന്നത്, അവരെ സംബന്ധിച്ച് ആരെ പൂജിച്ചാലും ഞങ്ങൾക്ക് ഒരേ ഫലമാണ്. എനിക്കൊരു ലോട്ടറി അടിക്കണം, ലക്ഷ്മി ദേവിയെ പൂജിച്ചാലും സരസ്വതി ദേവിയെ പൂജിച്ചാലും മഹാദേവനെ പൂജിച്ചാലും അയ്യപ്പനെ പൂജിച്ചാലും കൃഷ്ണനെ പൂജിച്ചാലും ഗണപതിയെ പൂജിച്ചാലും എന്റെ ആവശ്യം എനിക്ക് ലോട്ടറി ടിക്കറ്റ് അടിക്കുക. അർത്ഥാർത്ഥിയാണോ പ്രഭു? അർത്ഥം ആഗ്രഹിക്കുന്ന അർത്ഥാർത്ഥിയാണോ? ധനം ആഗ്രഹിക്കുന്നത്? യെസ്, അതേ രീതി പറയാം. യെസ്, നമുക്ക് പറയാം അങ്ങനെയാണെന്നുള്ള കറക്റ്റ്.
അതായത് നമ്മൾ ഭൗതികപരമായ ആഗ്രഹങ്ങളുമായിട്ട് പോകുന്നവരാണ് എങ്കിൽ, സോ ഇഫ് യു വർഷിപ്പ് എനിവൺ, വാട്ട് യു വാണ്ട് ഈസ് മെറ്റീരിയൽ. ഇപ്പൊ എല്ലാ ഫലവും ഒരേപോലെയാണ്. പക്ഷെ the one who is aspiring for their spiritual progression, then this all matters. അതല്ല എങ്കിൽ പിന്നെ അവരെ സംബന്ധിച്ച് കാര്യമില്ല. അപ്പോ അതുകൊണ്ടാണ് പ്രഹ്ലാദ മഹാരാജാവ് പറയുന്നത്, even if you are desiring for material opulences or material desires, even if you're going with material desires, you should worship Lord Krishna. Then നമ്മൾ പ്യൂരിഫൈ ചെയ്യുകയാണ് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ ഭഗവത്ഗീതയിൽ ഒരേ ഫലം ലഭിക്കുമെന്നും നിർദ്ദേശിക്കുകയുള്ളൂ. അജ്ഞാനകരമായ ഈ വാദം ഭഗവത്ഗീത അംഗീകരിക്കുന്നില്ല. ഭഗവത്ഗീതയിൽ 9:25 വ്യക്തമായി പ്രതിപാദിക്കുന്നു, യാന്തി ദേവവൃതാ ദേവാൻ യാന്തി മദ്യാജിനോ വിവാം. ദേവന്മാരെ ആരാധിക്കുന്നവർ ദേവന്മാരുടെ ലോകത്തേക്ക് പോകുന്നു. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ഭക്തന്മാർ അവിടുത്തെ ധാമത്തിലേക്കാണ് പോകുന്നത്. ധാമത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. ദൈവിഹേഷ ഗുണമയി മമമായ ദുരത്തിയ. ത്രിഗുണങ്ങളടങ്ങിയ തന്റെ ഭൗതിക ശക്തിയെ അതിജീവിക്കുവാൻ പ്രയാസമാണെന്ന് ഭഗവത്ഗീതയിൽ പറയുന്നു. ഓക്കെ, അങ്ങനെ പ്രയാസമാണ്. പക്ഷെ ആർക്ക് അത് പ്രയാസമല്ല എന്ന് ഭഗവാൻ പറയുന്നുണ്ട്? ആർക്കെങ്കിലും ഒന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുമോ? ആർക്ക് അത് പ്രയാസമല്ലാത്തത്? ദൈവിഹേഷ ഗുണമയി മമമായ ദുരത്തിയ. ഹരേ കൃഷ്ണ. ബാക്കി ശ്ലോകത്തിന്റെ ബാക്കി എന്താണ്? ഹരേ കൃഷ്ണ. മാമേവയേ പ്രപദ്യന്തി മായാമേതാന്തരന്തി. Yes, the one who surrenders unto me, it is easy for him. ശ്രീമദ് ഭാഗവത്തിൽ നിന്ന് ഏതെങ്കിലും ഇതുപോലെ ശ്ലോകം നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുമോ? ശ്രീമദ് ഭാഗവത്തിൽ നിന്നൊരു ശ്ലോകം. അകാമ കർമ്മ കാമോവാ മോക്ഷകാമ ഉദാരതി. സെയിം സിമിലർ ശ്ലോകമാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ഭഗവാനെ സറണ്ടർ ചെയ്യുന്നവർക്ക് ഈ ഭൗതിക പ്രപഞ്ചം നിസാരമാണ്, അല്ലെങ്കിൽ ത്രിഗുണങ്ങളെ ഓർക്കുന്നുണ്ടോ? വളരെ പ്രസിദ്ധമായ ശ്ലോകമാണ്. ശ്രീമദ് ഭാഗവത്തിലെ പദം യത് വിപതം നതേഷാം. ഞാനും ആ ശ്ലോകം എടുത്തോട്ടെ. 10th canto 14th chapter 58th verse. സമാശ്രിതയെ പദവല്ലവപ്ലവം മഹത് പദം പുണ്യ യശോ മുരാരേ ഭവാംബുദിർ വത്സപദം പരം പദം യത് വിപതം നതേഷാം. I'll read the translation. For those who have accepted the bot of the lotus feet of Lord Krishna, of the Lord, who is a shelter of the cosmic manifestation and is famous as Murari, the enemy of Muradaman, the ocean of the material world is like the water contained in a calf's hoof print. Their goal is Parampadam, Vaikuntha, the place where there are no material desires, not the place where there is danger at every step. ഒരു മിനിറ്റ്. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ പറയുന്നത്, ഭഗവാൻ കൃഷ്ണന്റെ പാതാരബിന്ദങ്ങളിൽ ശരണം പ്രാപിച്ചവന്, അതായത് മുരാരിയെ ശരണം പ്രാപിച്ചവന്, ഈ ഭൗതിക ലോകത്തിലെ ഭൗതിക സാഗരം, ഭവസാഗരം എന്ന് പറയപ്പെടുന്ന ഈ ഭവസാഗരം വലിയൊരു കടൽ പോലെ അല്ലെങ്കിൽ സാഗരമായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിലും, ഇറ്റ് ഈസ് ലൈക്ക് ഒരു ചെറിയ പശുക്കുട്ടിയുടെ കുളമ്പ് കൊത്തിയാൽ അല്ലെങ്കിൽ കാല് ചവിട്ടിയാൽ ഉണ്ടാകുന്ന കുഴിയിൽ ഉണ്ടാവുള്ള വെള്ളം പോലെ വളരെ ചെറുതായിട്ട് ഭവിക്കുന്നു. എങ്ങനെയുള്ള ഭൗതിക ലോകത്തിനെ കുറിച്ചാണ് പറയുന്നത്? പദം യത് വിപതം ന തേഷാം. At every step there is danger. At every step in this material world, at every step there is danger. ഭൗതിക ലോകത്തില്
എല്ലാ ലോകങ്ങളിലും ഓരോ സ്റ്റെപ്പിലും നമുക്ക് അപായം അതല്ലാതെ മറ്റൊന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അപ്പൊ ഇതേ കാര്യം തന്നെയാണ് ഭഗവത്ഗീതയിൽ ഇതേ ശ്ലോകത്തിന് കറസ്പോണ്ടിങ്ങിൽ നമുക്ക് കണ്ടംപ്ലേറ്റ് ആയിട്ടുള്ള മറ്റൊരു ശ്ലോകമാണ് നമുക്ക് ശ്രീമദ് ഭാഗവത്തില് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ മായാശക്തിയുടെ സ്വാധീനതയിൽ നിന്ന് മോചിതരാകണമെങ്കിൽ പരമദിവ്യോത്തമ പുരുഷനെ ശരണം പ്രാപിക്കേണ്ടതാണ്. മാം ഏവയെ പ്രപദ്യന്തേ മായാമേതാം തരന്തിതേ. എനിക്കായി സ്വയം സമർപ്പിക്കുന്നവർക്ക് മായയെ അതിജീവിക്കുവാനും എന്ന് ഭഗവാൻ വ്യക്തമാക്കുന്നു. അതിജീവിക്കാനാകും എന്ന് ഭഗവാൻ വ്യക്തമാക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഭഗവാൻ വിഷ്ണു ഭൗതിക സൃഷ്ടിയിലെ ഒരാളല്ല, മറിച്ച് ആത്മീയ ലോകത്ത് വിരാജിക്കുന്ന വ്യക്തിയാണ്. വിഷ്ണുവിനെ ഭൗതിക ശരീരമാണെന്ന് തെറ്റിദ്ധരിക്കുകയോ അവിടുന്ന് ദേവന്മാരുടെ വിഭാഗത്തിൽ പെടുത്തുകയോ ചെയ്യുന്നത് അവിടുന്നെതിരായ അത്യന്തം വലിയൊരു അപരാധമാണ്. വിഷ്ണുവിന്റെ പാതാരബന്ധങ്ങളെ ധിക്കരിക്കുന്ന ഇത്തരം നിന്ദകൾക്ക് ആത്മീയ ജ്ഞാനത്തിൽ പുരോഗതി കൈവരിക്കാനാകില്ല. അവരെ മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവൻ അല്ലെങ്കിൽ മായയാ അപഹൃത ജ്ഞാന എന്ന് വിളിക്കുന്നു. ഭഗവാൻ വിഷ്ണുവിന്റെ ശരീരവും ആത്മാവും തമ്മിൽ ഭേദം കൽപ്പിക്കുന്നവർ അജ്ഞതയുടെ അഗാധകളിൽ സ്ഥിതി ചെയ്യുന്നവരാണ്. വിഷ്ണുവിന്റെ ശരീരം, ആത്മാവ് എന്നിങ്ങനെ വ്യത്യാസമില്ല, അവ ഒന്നു തന്നെയാണ്. അദ്വൈ ജ്ഞാനം. ഭൗതിക ലോകത്തിൽ ഭൗതിക ശരീരവും ആത്മീയമായ ആത്മാവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാൽ ആത്മീയ ലോകത്തിൽ എല്ലാം തന്നെ ആത്മീയമാകയാൽ ഇത്തരം വ്യത്യാസങ്ങളില്ല. വിഷ്ണുവിനെയും ജീവാത്മാക്കളെയും തുല്യരായി കരുതുന്നതാണ് മായാവാദികളുടെ ഏറ്റവും വലിയ അപരാധം. ഈ സന്ദർഭത്തിൽ പത്മപുരാണത്തിൽ ഇപ്രകാരം പറയുന്നു: അർച്ച്യേ വിഷ്ണു ശിലാധീർ ഗുരുഷു നരമതിർ വൈഷ്ണവേ ജാതി ബുദ്ധി യസ്യ വാ നരകീ സഹ. വിഷ്ണുവിന്റെ അർച്ചനാ വിഗ്രഹത്തെ ശിലയായും ആത്മീയ ഗുരുവിനെ ഒരു സാധാരണ മനുഷ്യനായും വൈഷ്ണവയെ ഒരു പ്രത്യേക ജാതി വിഭാഗത്തിൽപ്പെടുത്തുന്നവരായും കരുതുന്നവന്റെ ബുദ്ധി തുല്യമാണ്. ഇത്തരം അഭിപ്രായങ്ങൾ പിന്തുടരുന്നവർ നാശമടയുന്നു. അപ്പൊ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവാൻ വിഷ്ണുവിന്റെ, നമുക്ക് എല്ലാവർക്കും അറിയാം, തീർച്ചയായിട്ടും ഭഗവാൻ ഇവിടെ അവതാരം എടുത്ത് വരുമ്പോ ഭഗവാന്റെ ഭൗതിക ശരീരം ഇവിടെ വിട്ടിട്ട് ആത്മാവ് മാത്രം സ്വധാമത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അദ്ദേഹം അതേ ശരീരത്തോടു കൂടി തന്നെ ഭഗവത് ധാമിലേക്ക് പോകുകയാണ് ചെയ്യുന്നത്. അപ്പോ അദ്ദേഹത്തിന് ഇപ്പൊ നമ്മൾക്കുള്ളതുപോലെ ഭൗതിക ശരീരവും ആത്മീയ ശരീരവും എന്ന് പറയുന്നതൊന്നുമില്ല. നമ്മൾ പോലും അതായത് ഫോർ എക്സാമ്പിൾ 5 തരത്തിലുള്ള മുക്തിയെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. ഏതൊക്കെയാ 5 തരത്തിലുള്ള മുക്തി? ആർക്ക് പറയാം? 5 types of liberation. സാരൂപ്യമുക്തി, സാലോക്യമുക്തി, സായുജ്യമുക്തി, സൃഷ്ടി, പിന്നെ ഒന്നുകൂടെ സാരൂപ്യ, സാമീപ്യം. അതായത് സായുജ്യ, സാരൂപ്യ, സാലോക്യ, സാഷ്ടി, സാമീപ്യ, ഇങ്ങനെ 5 തരത്തിലുള്ള മുക്തിയില് ഒരെണ്ണമാണ് സാരൂപ്യമുക്തി. എന്താണ് സാരൂപ്യമുക്തി എന്ന് പറഞ്ഞാല്? ഭഗവാനെ പോലെ ഇരിക്കും, ലൈക്ക് ഉദ്ധവ, അങ്ങനത്തെ ഒരു. യെസ്, ഭഗവാനെ പോലെ ഇരിക്കും എന്ന് പറഞ്ഞാല് നോട്ട് ഫിസിക്കലി, ഐ മീൻ ഇൻ ദ സെൻസ് ഉദ്ധവന് ഭഗവാൻ കൃഷ്ണന്റെ അതേ കംപ്ലക്ഷനും ഭഗവാന്റെ അതേ രൂപസാദൃശ്യവും നല്ലതുപോലെ ഉണ്ടായിരുന്നു. അത് ഡിഫറെന്റ്. അത് ബട്ട് ഉദ്ധവ ഹാഡ് എ മെറ്റീരിയൽ ബോഡി. ഉദ്ധവന് ഭൗതിക ശരീരം ഉണ്ടായിരുന്നു. അതല്ല, നമ്മള് ശരീരം വിട്ട് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകുമ്പോൾ വി ഗോ ഇൻ എ 4-handed ഫോം. 4 കൈകളോട് കൂടിയ രൂപത്തിലാണ് നമ്മൾ ആധ്യാത്മിക ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അങ്ങനെ ആ ചതുർഭുജ രൂപം എന്ന് പറയുന്നത് ഒറിജിനലി ആരുടെയാ? നാരായണന്റെ, മഹാവിഷ്ണുവിന്റെയാണ് ചതുർഭുജ രൂപം എന്ന് പറഞ്ഞത്. അപ്പോ ആ സാരൂപ്യം എന്ന് പറഞ്ഞാൽ വി ആർ ഓൾസോ ആസ്പയറിംഗ് ടു ബി ലൈക്ക് ദ ലോർഡ്സ് ഫോം. അപ്പോ മുക്തിക്ക് ശേഷം ലഭിക്കുന്ന ആ രൂപത്തിന് ഭഗവാൻ വിഷ്ണുവിന്റെ രൂപമാണ് നമ്മൾ ധരിക്കാൻ പോകുന്നതെങ്കിൽ ഹൗ ദ ലോർഡ് വിഷ്ണു ക്യാൻ ബി മെറ്റീരിയൽ ബോഡി, ക്യാൻ ഹാവ് മെറ്റീരിയൽ ബോഡി? അത് ഒരു മിസ്കൺസെപ്ഷൻ ആണ്, ടോട്ടലി മിസ്ഇൻറ്റർപ്രിട്ടേഷൻ ആണ്. അത് നമുക്ക് ഇതിൽ നിന്ന് വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാം. ഇപ്പോ നമ്മള് മരണശേഷം ആധ്യാത്മിക ലോകത്തിലേക്ക് പോകുന്നത് തന്നെ ഭഗവാൻ വിഷ്ണുവിന്റെ രൂപത്തിലാണ്, ചതുർഭുജ രൂപത്തിൽ നമ്മൾ പോകുന്നു. നമ്മുടെ ആത്മാവിന്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് ചതുർഭുജ രൂപമാണ്. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ പോകുമ്പോ പിന്നെ ഭഗവാൻ വിഷ്ണുവിന്റെ ഈ രൂപം എങ്ങനെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഭൗതികമാണ് എന്ന്? സോ അത് ടോട്ടലി മിസ്കൺസെപ്ഷൻ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു.
116 ശ്ലോകം. ഈശ്വരേരത്വയേന ജ്വലിത ജ്വലന ജീവരസ്വരൂപയൈഛേ സ്ഫുലിംഗരാഗണ. ഭഗവാൻ ഒരു ആളിക്കത്തുന്ന അഗ്നി പോലെയും ജീവാത്മാക്കൾ ആ അഗ്നിയിലെ ചെറിയ തീപ്പൊരികൾ പോലെയുമാണ്. കഴിഞ്ഞ ഗ്രൂപ്പ് ഓഫ് ശ്ലോകയില് 113, 112, 113, 115 ശ്ലോകങ്ങളില് ഭഗവാന്റെ മഹത്വത്തെക്കുറിച്ചും ഭഗവാന്റെ യഥാർത്ഥ അസ്തിത്വത്തെക്കുറിച്ച് സ്ഥാപിച്ചിരുന്നുവെങ്കിൽ അടുത്ത ഗ്രൂപ്പ് ഓഫ് ശ്ലോകങ്ങൾ 116 മുതൽ നമുക്ക് കാണാൻ സാധിക്കും. 116 120 ശ്ലോകം വരെ ജീവാത്മാവും ഭഗവാനും പരമാത്മാവും അല്ലെങ്കിൽ മനുഷ്യരും അല്ലെങ്കിൽ ഭൗതിക ജീവികളും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചിട്ടാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ എല്ലാ ദിവസവും ഫുൾ പർപ്പോട്ട് വായിക്കാറുണ്ടോ? എങ്ങനെയാണ്? ഹരേ കൃഷ്ണ, ആർക്കെങ്കിലും പറയാമോ? എല്ലാ ഫുൾ പർപ്പോട്ട് വലിയ പർപ്പട്ട് ആണെങ്കിൽ പോയിന്റ്സ് പറഞ്ഞു പോവാറുണ്ട് പ്രഭു, ഇല്ലെങ്കിൽ ജസ്റ്റ് വായിച്ചു വിടാറുണ്ട് പ്രഭു. ഓക്കെ, ശരി. കാരണം ലൈക്ക് കുറച്ച് ലോങ് പർപ്പോട്ട്സ് വരുന്നുണ്ടാണ് ചോദിച്ചത്. താങ്ക് യു മാതാജി, ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ പറഞ്ഞത് ഇതിലും ചില വലിയ പർപ്പോട്ടാണ്. യെസ്, അടുത്തതിലും വലിയ പർപ്പോട്ടാണ്. 117 പർപ്പോട്ട് അത്ര വലുതല്ല. നൂറ്റി 119 നല്ല വലിയൊരു പർപ്പോട്ട്. ഇനി നമുക്ക് നോക്കാം. ജസ്റ്റ് കുറച്ചുകൂടി പർപ്പോട്ട് മുഴുവൻ വായിക്കുകയാണെങ്കിൽ നമുക്ക് അധികം ശ്ലോകങ്ങൾ കവർ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ ഇവിടെ പറയുന്നത് ഈശ്വരേരത്വയേന ജ്വലിത ജ്വലന ജീവരസ്വരൂപയൈഛേ സ്ഫുലിംഗരകണ. ഭഗവാൻ എന്ന് പറയുന്നത്, ഭഗവാൻ ഒരു ആളിക്കത്തുന്ന അഗ്നി പോലെയും ജീവാത്മാക്കൾ ആ അഗ്നിയിലെ ചെറിയ തീപ്പൊരികൾ പോലെയുമാണ്. ചെറിയൊരു തീപ്പൊരിയാണ് ജീവാത്മാവ്. ഭഗവാൻ എന്ന് പറയുന്ന ആളിക്കത്തുന്ന ഒരു തീഗോളമാണ്. ഇവിടെ പറയുന്നിരിക്കുന്ന പോലെ തന്നെ നമുക്ക് അടുത്ത 2 ശ്ലോകങ്ങളുടെ നമുക്ക് വായിക്കാം, എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. 117 ജീവതത്വശക്തി കൃഷ്ണ തത്വശക്തിമാൻ ഗീത വിഷ്ണു പുരാണാദി താഹേ താഹാതേ പ്രമാണ. സത്തകൾ ശക്തികളാകുന്നു, അവ ശക്തിമാന്മാരല്ല. കൃഷ്ണൻ മാത്രമാണ് ശക്തിമാൻ. ഇത് ഭഗവത്ഗീത, വിഷ്ണു പുരാണം തുടങ്ങി മറ്റ് വൈദിക സാഹിത്യങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ പർപ്പോട്ട് നമുക്ക് വായിക്കാം. ചെറിയ പർപ്പോട്ടാണ്. ഭാവാർത്ഥം ശിലപ്രഭുപാദ് മുൻ വിവരിച്ചതുപോലെ ആത്മീയ ജ്ഞാനത്തിന് ന്യായപ്രസ്ഥാനം, വേദാന്ത തത്വം, ശ്രുതി പ്രസ്ഥാനം, വേദാന്ത മന്ത്രങ്ങളും, സ്മൃതി പ്രസ്ഥാനം, പുരാണങ്ങൾ തുടങ്ങിയ എന്നീ 3 പ്രസ്ഥാനങ്ങളുണ്ട്. ഭഗവത്ഗീത, മഹാഭാരതം. നിർഭാഗ്യവശാൽ മായാവാദികൾ സ്മൃതി പ്രസ്ഥാനത്തെ സ്വീകരിക്കുന്നില്ല. വേദപ്രമാണങ്ങളിൽ നിന്ന് തന്നെ ഉദ്ധരിക്കപ്പെട്ട താത്വിക നിഗമനങ്ങളാണ് സ്മൃതി എന്നറിയപ്പെടുന്നത്. ചിലപ്പോൾ മായാവാദികൾ ഭഗവത്ഗീതയും പുരാണങ്ങളും പോലും അംഗീകരിക്കുന്നില്ല. ഇതിനെ അർത്ഥ കുക്കുടി ന്യായം അഥവാ പകുതി പിടക്കോഴി ന്യായം എന്ന് വിളിക്കുന്നു. ഒരുവൻ വേദശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുകയാണ് എങ്കിൽ ഉന്നത ആചാര്യന്മാർ അംഗീകരിച്ച എല്ലാ വൈദിക സാഹിത്യങ്ങളും സ്വീകരിക്കേണ്ടതാണ്. എല്ലാ സാഹിത്യങ്ങളും സ്വീകരിക്കേണ്ടതാണ്. ഇവിടെ പറയുന്നത് ശക്തിമാന്മാരല്ല, കൃഷ്ണൻ മാത്രമാണ് ശക്തിമാൻ. ഇത് ഭഗവത്ഗീത തുടങ്ങി മറ്റ് വൈദിക സാഹിത്യങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ പറയുന്ന ശിലപ്രഭുപാദ് തന്റെ ഭാവാർത്ഥത്തില് പ്രസ്ഥാനത്രയങ്ങളെ കുറിച്ചിട്ട് പറയുന്നു. എന്താണ് പ്രസ്ഥാനത്രയങ്ങൾ? ആർക്ക് പറയാം? എന്താണ് പ്രസ്ഥാനത്രയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹരേ കൃഷ്ണ. എന്തോ കേട്ടില്ല പറഞ്ഞത്? ശ്രുതി, സ്മൃതി, അതല്ലേ? യെസ്, ശ്രുതി, സ്മൃതി, ന്യായ. വെരി ഗുഡ്. യെസ്. എന്താണ് ശ്രുതി, സ്മൃതി, ന്യായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രുതി എന്ന് പറയുന്നത് വേദങ്ങൾ, സ്മൃതി എന്ന് പറയുന്നത് പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, പഞ്ചരാത്രങ്ങൾ, ന്യായ എന്ന് പറഞ്ഞാൽ വേദാന്ത സൂത്രങ്ങൾ. ഇതിനെ 3 നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം, എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ, ഒരു സിമ്പിൾ എക്സാമ്പിളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. ഒരു വീട്ടിലെ കുടുംബത്തിലെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ മുതിർന്നവരിൽ നിന്ന് അല്ലെങ്കിൽ
കുറച്ച് ആൻസിസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഒരു സ്ത്രീ കേൾക്കുന്നു. ആ സ്ത്രീ കേട്ട കാര്യം അതേപടി തന്റെ മൂത്ത മകൾക്ക് കൊടുക്കുന്നു. 10-15 വയസ്സുള്ള മൂത്ത മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ മൂത്ത മകള് 15 വയസ്സുള്ള മകള് 5-6 വയസ്സുള്ള ഇളയ മകൾക്ക് അല്ലെങ്കിൽ ഇളയ അനിയത്തിക്ക്, ആ കുട്ടിയുടെ ഇളയ അനിയത്തിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് എങ്കിൽ ഈ 3 ഫ്ലോ നമ്മൾ ആലോചിക്കുക. ആദ്യം ആൻസിസ്റ്റേഴ്സ് അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു, അതായത് അവിടുത്തെ ആ ഗൃഹനാഥയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവര് തന്റെ മൂത്ത മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. മൂത്ത മകള് ഇളയ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആദ്യം കേട്ടത്, അതായത് ഈ കുട്ടികളുടെ അമ്മ കേട്ടത് ശ്രുതി, അതായത് അവരുടെ ഫാമിലി ട്രഡീഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ അതേപോലെ അവരുടെ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം മകൾ ഇളയ അനിയത്തിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഭഗവാന്റെ വാക്യങ്ങൾ അതേപോലെ നമ്മൾ കേൾക്കുകയാണ് എങ്കിൽ അതിനെ ശ്രുതി എന്നും, എന്നാൽ ആ കേൾക്കുന്ന ആള് കേട്ട് എന്ത് മനസ്സിലാക്കിയോ, വാട്ട് എവർ ഹി ഹാസ് അസിമിലേറ്റഡ്, അതിനെ കൂടുതൽ കണ്ടംപ്ലേറ്റ് ചെയ്ത് അതിനെ മാക്സിമം മനസ്സിലാക്കാൻ പറ്റിയത് മനസ്സിലാക്കിയതിന് ശേഷം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ എഴുതി വെക്കുന്നതിനെ സ്മൃതി എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഈ ശില പ്രഭുപാദിന്റെ ഭാവാർത്ഥത്തിൽ പറഞ്ഞു, സാധാരണ മായാവാദികൾ ഇതിനെ സ്മൃതിയെ അംഗീകരിക്കാറില്ല എന്ന് പറഞ്ഞു. വാട്ട് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഈസ് ശ്രുതി ആൻഡ് സ്മൃതി ആർ നോട്ട് കോൺട്രഡിക്ടറി. Shruti and Smriti are not contradictory, rather it is contemporary or complementary. That means ഞാനിപ്പോ പറഞ്ഞ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അമ്മയിൽ നിന്ന് കേട്ട അല്ലെങ്കിൽ മുതിർന്നവരിൽ നിന്ന് അമ്മ കേട്ട കാര്യം മൂത്ത മകൾക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷെ മൂത്ത മകൾക്ക് ഷി വാസ് നോട്ട് ദാറ്റ് മച്ച് ഗ്രോൺ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇൻ ദാറ്റ് പ്രോപ്പർ സെൻസ്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനുള്ള പ്രായം ആ കുട്ടിക്കായിട്ടില്ല. സോ വാട്ട് ഷി ഡിഡ്, she assimilated whatever she could, then she grasped whatever she could, and then she transferred it to the youngest person. 5-6 വയസ്സുള്ള കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ she cannot say whatever she heard it from her, and there's no use. So അതുകൊണ്ട് ശ്രീ വ്യാസദേവൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞാല് ഈ 2 തരത്തില് അതിനെ കൊടുത്തു. കാരണം നമുക്ക് മനസ്സിലാക്കത്തക്ക വണ്ണം. സോ അത് ഒരിക്കലും അത് കോൺട്രഡിക്റ്റിംഗ് അല്ല. ഇത് രണ്ടും ഒരേ വിഷയങ്ങളെ കുറിച്ച് 2 രീതികളിൽ വിവരിച്ചിരിക്കുന്നു എന്ന് മാത്രം. ഇനി അനദർ ബ്യൂട്ടി ഈസ് വാട്ട് നൗ വി ടോക്ക് അബൌട്ട് ഭഗവത്ഗീത. ഇപ്പൊ ഇതിലുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇപ്പൊ പറഞ്ഞ ഈ പോയിന്റ്സിന് ഇതിനകത്ത് വരുന്നത് എന്തൊക്കെയാണ്? അതായത് ശ്രുതിയിൽ വരുന്നത് വേദ, സംഹിത, ആരണ്യക ആൻഡ് ഉപനിഷത്ത്. വേദങ്ങൾ വരുന്നുണ്ട്, സംഹിതകൾ വരുന്നുണ്ട്, ആരണ്യകങ്ങൾ വരുന്നുണ്ട്, ഉപനിഷത്തുകൾ വരുന്നുണ്ട്. ഇതെല്ലാം പറയുന്നത് ഇതിന് ശേഷം സ്മൃതിക്കകത്തിൽ വരുന്നത് എന്തെന്ന് വെച്ചാല് പുരാണങ്ങള്, ഇതിഹാസങ്ങള്, പഞ്ചരാത്രങ്ങൾ. പുരാണങ്ങളും ഇതിഹാസങ്ങളും പഞ്ചരാത്രങ്ങൾ ഇത് വരും. പുരാണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന 18 പുരാണങ്ങൾ മാത്രമല്ല. ദർ ആർ ഉപപുരാണാസ്, ദർ ആർ സ്ഥല പുരാണാസ്, അങ്ങനെ പലതരത്തിലുള്ള പുരാണങ്ങൾ അതിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിഹാസങ്ങൾ വരുന്നുണ്ട്. ഇതിഹാസങ്ങളിൽ എന്തൊക്കെയാണ് വരുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, മഹാഭാരതവും രാമായണവും. അപ്പോ എങ്ങനെ നമുക്ക് ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും വ്യത്യാസപ്പെടുത്താം? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പുരാണ ആൻഡ് ഇതിഹാസം? ആർക്കെങ്കിലും പറയാമോ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇത് തമ്മിൽ? പുരാണങ്ങളും ഇതിഹാസങ്ങളും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? Can anyone say? Any option? Any choice? ഡിഫറൻസ് ഉണ്ടോ ഇല്ലയോ? ഇതിഹാസങ്ങളും പുരാണങ്ങളും തമ്മിൽ വ്യത്യാസം ഉണ്ടോ? അതും ഇല്ലേ? ഇതിഹാസം എന്ന് പറയുന്ന ഹിസ്റ്ററി. പുരാണങ്ങളും ഇതിഹാസങ്ങളും തന്നെയല്ലേ? പുരാണങ്ങൾ ഈസ് ഓൾസോ ടോക്കിംഗ് അബൌട്ട് ഹിസ്റ്ററി. ഇതിഹാസം, the word meaning is history. Yes, I agree that. Word meaning, ഇതിഹാസം എന്ന വേർഡിന്റെ മീനിങ് ഹിസ്റ്ററി എന്നാണ്. പക്ഷെ പുരാണം ഓൾസോ ടോക്സ് അബൌട്ട് ഹിസ്റ്ററി. പുരാണങ്ങൾ സപ്പോസ് ഞാൻ പറയാം, ഫോർ എക്സാമ്പിൾ ഈ മഹാഭാരതം ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മഹാഭാരതം എന്തിനെ കുറിച്ചാണ് പറയുന്ന കഥ?
Mahabharata also talks about Krishna. കൃഷ്ണനെ കുറിച്ച്, കൃഷ്ണന്റെ ലീലകളെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഭാഗവതം is a Purana. Bhagavatam also talks about Krishna. Okay, I'll not അതിന് make സ്ട്രെസ് കൊടുക്കുന്നില്ല. It happened here. സ്ട്രെസ് കൊടുക്കുന്നില്ല, ഇതിഹാസത്തിൽ സ്ട്രെസ് കൊടുക്കുന്നില്ല കൃഷ്ണന്റെ ലീലകൾക്ക്. ഒരാൾ പറയട്ടെ ആരാണ് ഒരാൾ ആദ്യം പറയാം. മാതാജി, ഉമാ മാതാജിയാണ് പറഞ്ഞിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് അടുത്ത പ്രഭു പറയാം. പ്രഭു ജസ്റ്റ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. ഓക്കെ, സോറി ഫോർ ദാറ്റ്. മാതാജി പറഞ്ഞിട്ട്. ഇതിഹാസത്തില് ഗ്ലോറിഫിക്കേഷൻ ഓഫ് കൃഷ്ണ കുറവാണ്. ലീലകൾ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ that is a reason for Vedavyasa's dissatisfaction. But he has glorified enough, definitely. He has glorified definitely, but it was not sufficient enough as much as that could satisfy Lord Vedavyasa. That is his reason for dissatisfaction. But that's not doesn't make any significance in this case. What I am talking about. Okay, Prabhu, enda parayan vannathu? Thank you, Mataji. Thank you. It's a valid point. I'll come back to you for that. Prabhu, Prabhu enda parayannathu? ഇതിഹാസം വാട്ട് ഇറ്റ് ഹസ് ഹാപ്പൻഡ് പ്രാക്ടിക്കലി നമ്മുടെ ഈ മെറ്റീരിയൽ വേൾഡിൽ സംഭവിച്ച കാര്യം. Okay, Puranas? Purana, it has come from the rishis, as you said, പരമ്പരയായിട്ട് വന്നിട്ടുള്ള. Let's come to a conclusion because for the time permits, we'll just conclude that. I'll tell you the difference is both are historical events. Both are historical events. You cannot say one is myth and one is history. No, both are historical events. പക്ഷേ the difference എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിഹാസാസ് എന്ന് പറയുന്നത് is talk about a particular person or a group of people. Idihasa is talking about the historical events which are related to a particular person or particular group of people. Now let's go to Purana. What is that Purana? Purana is also historical events which is totally based on a conversation between two people. It's a conversation between two people which talks about histories which is related to different people, different place, different age, different planets. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ മലയാളത്തിൽ ഒന്നുകൂടെ പറയാം. ഇതിഹാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വ്യക്തിയെക്കുറിച്ചോ പറയുന്ന ഐതിഹാസികമായ കാര്യങ്ങൾ. പുരാണങ്ങളും ഐതിഹാസികപരമായ കാര്യങ്ങളാണ്. പക്ഷെ ഇറ്റ് ഇസ് ടോട്ടലി രണ്ട് പേര് തമ്മിൽ അല്ലെങ്കിൽ വേറെ രണ്ട് പേര് തമ്മിലുള്ള 2-4 പേരോ തമ്മിലുള്ള കോൺവെർസേഷൻ, സംസാരിക്കുന്ന വിഷയങ്ങൾ ഐതിഹാസികപരമാണ്. പക്ഷെ ടോക്സ് അബൌട്ട് ഡിഫറെന്റ് സബ്ജക്ട്. പല സമയങ്ങളിൽ, പല സ്ഥലങ്ങളിൽ, പല ഗ്രഹങ്ങളിൽ, പല കാലങ്ങളിൽ നടന്ന സംഭവങ്ങൾ ഏകീകരിച്ചു കൊണ്ടുവരുന്നതിനെയാണ് പുരാണങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ് ഇത് തമ്മിലുള്ള പ്രധാന ഡിഫറൻസ്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം. എക്സാമ്പിൾ ഫോർ വിൽ ടോക്ക് അബൌട്ട് മഹാഭാരത or Ramayana. Ramayana talks about exclusively about Lord Rama, completely concentrated on Lord Rama's incidents based on his what are his actions. Mahabharata നോക്കുകയാണെങ്കിൽ it's a group of people, Pandavas. The main focus was Pandavas, based like എല്ലാം ഈ ഭൂമിയിൽ. പ്രഭു കൃഷ്ണകുമാർ പ്രഭു പറഞ്ഞു യെസ് ഭൂമിയിൽ നടന്നു. യെസ്, ദാറ്റ് ഈസ് ഓൾസോ വൺ ഫാക്ടർ. അപ്പോ ഈ ഭൂമിയിൽ നടന്ന പാണ്ഡവരെ സംബന്ധിച്ച് നടന്ന ഇൻസിഡൻസിനെ കുറിച്ച് പറയുന്നത് മഹാഭാരതമാണെങ്കിൽ, now let's go to ശ്രീമദ് ഭാഗവതം. ഭാഗവതം is a പുരാണ. ഭാഗവതം എന്ന് പറയുന്നത് 4 പേര് തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് കംപ്ലീറ്റ്ലി. പരീക്ഷിത് മഹാരാജാവും സുഖദേവ ഗോസ്വാമിയും പരീക്ഷിത് മഹാരാജാവും തമ്മിലുള്ള കോൺവെർസേഷൻ. അറ്റ് ദ സെയിം ടൈം സൂത ഗോസ്വാമിയും ശൗനകാദി ഋഷികൾ, നൈമിഷാരണ്യത്തിലെ ശൗനകാദി ഋഷികളുമായിട്ടുള്ള കോൺവെർസേഷൻ ആണ്. പക്ഷെ they talk about Prahlad Maharaja, they talk about Bali Maharaj, they talk about Vamana Avatara, that means Bali Maharaj, they talk about Lord Brahma, they talk about Lord Rama, they talk about Lord Krishna, they talked about what not.
They talked many things. പല സമയങ്ങളിൽ, പല കാലങ്ങളിൽ, പല പ്രദേശങ്ങളിൽ, പല ഗ്രഹങ്ങളിൽ നടന്ന സംഭവങ്ങളെ കമ്പൈൽ ചെയ്ത് ടോട്ടലി ബേസ്ഡ് ഓൺ ദെയർ കോൺവെർസേഷൻ, അവർ തമ്മിലുള്ള സംഭാഷണത്തിനെ ബേസ് ചെയ്തുകൊണ്ട് കൊണ്ടുവന്ന ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് എല്ലാം കൂടെ കമ്പൈൽ ചെയ്യുന്നതാണ് പുരാണങ്ങൾ. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ എവരിബഡി നൗ? അല്ല. ഹരേ കൃഷ്ണ. ക്ലിയർ ആണോ അല്ലയോ? അല്ല. അതെ. സോറി, വൺസ് മോർ. Clear അല്ല. I'll say once again. ഒന്നുകൂടെ പറയാം. ഇതിഹാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വ്യക്തികളെയോ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പറയുന്ന ഐതിഹാസിക കഥകൾ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് രാമായണ. രാമായണം എന്ന് പറയുന്നത് ആരെ കുറിച്ചാണ് പറയുന്നത്? ശ്രീരാമചന്ദ്ര ഭഗവാന് കംപ്ലീറ്റ് റൈറ്റ് ഫ്രം ബിഗിനിങ് ടിൽ എൻഡ് ശ്രീരാമചന്ദ്ര ഭഗവാനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പറയുന്ന ഹിസ്റ്റോറിക്കൽ ഇൻസിഡൻസ് ആണ് രാമായണത്തിൽ. എഗ്രി ആണോ? എല്ലാവരും എഗ്രി ചെയ്യുന്നു ഇത്? യെസ് യെസ്. ശ്രീമദ് ഭാഗവത്തിലേക്ക് പോയാൽ, ശ്രീമദ് ഭാഗവത്തിൽ പോവുകയാണെങ്കിൽ മെയിൻലി 2 പേര് തമ്മിലുള്ള സംഭാഷണങ്ങളാണ് ശ്രീമദ് ഭാഗവത്തിൽ. അത് എഗ്രി ചെയ്യുന്നുണ്ടോ? ഹരേ കൃഷ്ണ, എഗ്രി ചെയ്യുന്നുണ്ടോ? പ്രഭു. സുഖദേവ് ഗോസ്വാമി, പറഞ്ഞോട്ടെ. സുഖദേവ് ഗോസ്വാമി, പരീക്ഷിത് മഹാരാജ്. വെരി ഗുഡ്. പിന്നെ സുധ ഗോസ്വാമി, പിന്നെ വെരി ഗുഡ്. അതുവരെ ക്ലിയർ ആണ്. ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. പരീക്ഷിത് മഹാരാജാവിന് ആ ശാപം ലഭിച്ചില്ല, സുഖദേവ ഗോസ്വാമിയും പരീക്ഷിത് മഹാരാജാവും തമ്മിൽ സംഭാഷണം നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഭാഗവതം ഉണ്ടാകുമായിരുന്നു? ഇല്ല. ഇല്ല. സോ ദെൻ ദ മെയിൻ കോൺസെൻട്രേഷൻ വാസ് ദെയർ കോൺവെർസേഷൻ. അവരുടെ സംഭാഷണമാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാം സംവാദങ്ങൾ എന്നാ പറയുന്നത്. അപ്പൊ ഇനി ഇവർ തമ്മിലുള്ള സംവാദമാണ് ഈ ശ്രീമദ് ഭാഗവതം. ശ്രീമദ് ഭാഗവതത്തിൽ എന്തെല്ലാം വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, എന്തൊക്കെ കഥകളായിരുന്നു വരുന്നുണ്ട് പറഞ്ഞോട്ടെ. പെട്ടെന്ന് വേണം, എനിക്ക് ടു ഫിനിഷ് ഇൻ അനദർ 5 minutes. കാരണം എനിക്ക് 6 o'clock ക്ലാസ്, വേറെ ക്ലാസ് 6 മണിക്ക്. സോ ഇത് എന്തൊക്കെ കാര്യങ്ങളാണ് ഭാഗവത്തിൽ പറയുന്നത് പറഞ്ഞാട്ടെ. ശ്രീകൃഷ്ണന്റെ ശ്രീകൃഷ്ണന്റെ ലീലകൾ പറയുന്നത്. വെരി ഗുഡ്. പിന്നെ രാമന്റെ ലീലകളുണ്ടോ അതില്? ഭാഗവത്തിൽ രാമന്റെ ലീലകളുണ്ടോ ഇല്ലയോ? ഉണ്ട്. 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 പ്രഹ്ലാദ് മഹാരാജാവിന്റെ ലീലയുണ്ടോ? നരസിംഹ ഭഗവാന്റെ ലീലകളുണ്ടോ? ഉണ്ട്. വാമന അവതാരം പറയുന്നുണ്ടോ? ഉണ്ട്. ഉണ്ട്. സൃഷ്ടിയെ കുറിച്ച് പറയുന്നുണ്ടോ? ഉണ്ട്. ഉണ്ട്. പിന്നെ വേറെ ഏതാണ് വാമന അവതാരം? പിന്നെ അതൊക്കെ ഗജേന്ദ്ര മോക്ഷത്തെ കുറിച്ച് പറയുന്നുണ്ടോ? ഉണ്ട്. കുറിച്ച് പറയുന്നുണ്ടോ? പാണ്ഡവരെ കുറിച്ച് പറയുന്നുണ്ടോ? സോ കൃഷ്ണൻ, ഭഗവാൻ കൃഷ്ണനെ കുറിച്ച്. യെസ്. അപ്പൊ ഞാൻ പറഞ്ഞത് മെയിൻലി പറഞ്ഞു കഴിഞ്ഞാൽ രാമായണം ഈസ് ടോക്കിംഗ് ഓൺലി അബൌട്ട് ലോർഡ് രാമ. രാമനെ, ശ്രീരാമചന്ദ്ര ഭഗവാനെ കുറിച്ച് മാത്രം രാമായണം പറയുന്നെങ്കിൽ ശ്രീമദ് ഭാഗവതം എല്ലാ അവതാരങ്ങളെ കുറിച്ചും കംപ്ലീറ്റ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ എവിഡൻസസ്. മെയിൻ ഫോക്കസ് പക്ഷെ എവിടെയാണ്? മെയിൻ ഫോക്കസ് എവിടെയായിരുന്നു? അല്ല, എല്ലാ സ്ഥലങ്ങളിലും സംഭാഷണം, പരീക്ഷിത് മഹാരാജാവും സുഖദേവ ഗോസ്വാമിയും തമ്മിലുള്ള സംവാദമാണ് മെയിൻ ഫോക്കസ്. അല്ലെ? ഞാൻ പറഞ്ഞു. ഓക്കെ, നിങ്ങൾ പറഞ്ഞ കറക്റ്റ്. ഭഗവാൻ കൃഷ്ണനാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് കൊടുത്തിട്ട് പറയുന്നത് ഭഗവാൻ കൃഷ്ണന്റെ ലീലകൾ. അത് കറക്റ്റ്. ആ രീതിയിലല്ല ഞാൻ പറയുന്നത്. ഐ എം ടോക്കിംഗ് ഫ്രം അതർ വ്യൂ പോയിന്റ്. മെയിൻലി പറയുന്നത് ഇവര് തമ്മിലുള്ള സംവാദം. എപ്പ എന്ത് കാര്യങ്ങൾ പറയുകയാണെങ്കിലും ശൂക ഉവാച്ച, പരീക്ഷിത് ഉവാച്ച, രാജോ ഉവാച്ച, പിന്നെ അല്ലെങ്കിൽ ഉവാച്ച, ശുക ഉവാച്ച, അല്ലെ? ഇതിൽ അത് പറഞ്ഞുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. അപ്പം മെയിൻ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഫോക്കസ് എന്ന് പറയുന്നത് ഇവർ തമ്മിലുള്ള സംഭാഷണത്തിൽ കൂടി പല ഹിസ്റ്റോറിക്. അപ്പം പ്രഹ്ലാദ മഹാരാജന്റെ സംഭവം നടന്നത് എപ്പോഴാ? സത്യയുഗത്തില്. ബലി മഹാരാജന്റെ സംഭവം നടന്നത് സത്യയുഗത്തില്. രാമചന്ദ്ര ഭഗവാന്റെ കഥ നടന്നത് ത്രേതായുഗത്തില്. ഭഗവാൻ കൃഷ്ണന്റെ സംഭവം നടന്നത് ദ്വാപരയുഗത്തില്. ഗജേന്ദ്രമോക്ഷം നടന്നത് എന്താണ്
വാട്ട്സ് ദാറ്റ് മൗണ്ടൻസ് നെയിം? ത്രിക്കുട്ട മൗണ്ടനെ കുറിച്ച് ശ്രീമദ് ഭാഗവത്തില് 8th cantoയിൽ സംസാരിക്കുമ്പോ ഈസ് ടോക്കിംഗ് സേസ് ദാറ്റ് there was a milky ocean. ഒരു വലിയൊരു മഹാസമുദ്രം, പാലുകൊണ്ടുള്ള സമുദ്രം ഉണ്ടായിരുന്നു. അപ്പൊ ഏത് ലോകത്ത്? ഭൗതിക ലോകത്തിലല്ല. ഭൗതിക ലോകത്തിൽ പാലുകൊണ്ടുള്ള ഓഷ്യൻ ഇല്ല. അപ്പോ മറ്റ് സ്ഥലങ്ങളിൽ നടന്ന ഹിരണ്യാക്ഷൻ പാതാളത്തിലാണ് പോയി പിന്നെ ഭൂമിദേവിയെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചത്. സോ ഇറ്റ് ഹാപ്പൻഡ് ഇൻ ഡിഫറെന്റ് പ്ലേസസ്, ഡിഫറെന്റ് ഏജസ്, ഡിഫറെന്റ് ടൈംസ്, ഡിഫറെന്റ് യുഗാസ്, ഡിഫറെന്റ് പേഴ്സണാലിറ്റീസ്. ഇങ്ങനെ പല കാര്യങ്ങളും കമ്പൈൽ ചെയ്തത് മെയിൻലി ബേസ്ഡ് ഓൺ ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദീസ് ഫോർ പേഴ്സണാലിറ്റീസ്. അതാണ് പുരാണം എന്ന് പറയുന്നത്. ഈസ് ഇറ്റ് ക്ലിയർ നൗ? Yes, Prabhu, clear. Then compared to മഹാഭാരതം എങ്ങനെയോ? അത് പുരാണം അല്ലേ? മഹാഭാരതം പുരാണമാണ്. മഹാഭാരതത്തിന്റെ മെയിൻ ഫോക്കസ് ആരാ? പാണ്ഡവാസിനെ ചുറ്റിപ്പറ്റി ഉണ്ടായ കഥകളാണ് കംപ്ലീറ്റ് മഹാഭാരതം പറയുന്നത്. വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ മഹാഭാരതത്തില്? ഇല്ല. സോ മഹാഭാരതം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് കുരുക്ഷേത്ര യുദ്ധമാണ്. സോ ദാറ്റ് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ഇവരെ ചുറ്റിപ്പറ്റി ഉണ്ടായ സംഭവങ്ങളുടെ കമ്പൈൽഡ് ഫോമാണ് മഹാഭാരത. സിമിലർ ടു രാമായണ. രാമായണ വാസ് ഓൺലി one person, but Mahabharata was a group of people. That's only difference. But totally concentrated in and around of Pandavas. Clear ആണല്ലോ? ക്ലിയർ ആണോ? എല്ലാരും ക്ലിയർ ആണെന്ന് പറയാം. അല്ലെങ്കിൽ അപ്പോ രാമായണം ഇതിഹാസമല്ല പുരാണം? രാമായണ ഇതിഹാസമാണല്ലോ. അപ്പോ മഹാഭാരതം പുരാണമാണല്ലോ. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലേ ഉള്ളൂ അവിടെ? അത് മഹാഭാരതം ഇതിഹാസമല്ലേ? മഹാഭാരതവും രാമായണവും ഇതിഹാസമാണ്. അപ്പൊ ക്ലിയർ ആയി പ്രഭു. മഹാഭാരതം ഇതിഹാസം, ഭാഗവതം പുരാണം. ഓക്കെ ഇപ്പൊ ക്ലിയർ ആയി പ്രഭു. കറക്റ്റ്. താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. സോ ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ജസ്റ്റ് 2 minutes. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. സോ ഇറ്റ്സ് ലൈക്ക് ഇതുമായിട്ട് ചില പ്രവാദത്തിന്റെ പർപ്പോർട്ടിൽ ബേസ് ചെയ്താണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. അതുകൊണ്ട് ഞാനൊരു പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നു. ഭഗവത്ഗീത ഈസ് പാർട്ട് ഓഫ് മഹാഭാരതം. ഭഗവത്ഗീത വിൽ കംസ് അണ്ടർ ശ്രുതി ഓർ സ്മൃതി? ഭഗവത്ഗീത ശ്രുതിയിൽ വരുമോ സ്മൃതിയിൽ വരുമോ? ശ്രുതി പ്രഭു, ശ്രുതി. അല്ലേ? എങ്ങനെ? ഭഗവാൻ നേരിട്ട് പറഞ്ഞല്ലേ പ്രഭു? That is a confusion. പക്ഷെ പാർട്ട് ഓഫ് മഹാഭാരത. മഹാഭാരത comes under സ്മൃതി. മഹാഭാരത no. Bhagavad Gita can be both. It can be interpreted either way. But as a literary meaning നോക്കിയാൽ Bhagavad Gita comes under സ്മൃതി. പക്ഷെ ശ്രുതിയുടെ ഡെഫിനിഷൻ നോക്കിയാൽ Bhagavad Gita comes under ശ്രുതി. Because it's a directly spoken by the Supreme Personality of Godhead. Okay? പക്ഷെ എല്ലായിടത്തും ഭഗവത്ഗീതയെ സ്മൃതിയായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്, മഹാഭാരതത്തിന്റെ ഭാഗമായതുകൊണ്ട്. ഓക്കെ, ഇറ്റ്സ് എ വെരി ഗുഡ് സബ്ജക്ട് ആക്ച്വലി. നല്ലൊരു കുറെ കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. We will talk commission in next time when it comes. We'll discuss further. Thank you so much. I have another class in another 3 minutes. I beg your pardon. Hare Krishna. Thank you so much. Thank you പ്രഭു. അപ്പൊ 117 or 8 വരെയോ പ്രഭു വായിച്ചേ? 8ന്റെ പേർപ്പട്ട് വായിച്ചോ പ്രഭു? ഒരു മിനിറ്റ്. അല്ല നമ്മള് 18 മുതൽ എടുക്കുന്ന. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഐ ടേക്ക് യുവർ പെർമിഷൻ. താങ്ക് യു പ്രഭു. ഇത്രയും തിരക്കിന്റെ ഇടയിൽ ഞങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വന്നതിന് വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു.